ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് ദിലീഷ് പോത്തൻ, അതുപോലെ തന്നെ ജാഫർ ഇടുക്കി, മീര വാസുദേവൻ, ദേവദർശിനി, ശ്രുതി ജയൻ എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളതൊക്കെ. ദിലീഷ് പോത്തനൊക്കെ ഉണ്ട്. ദിലീഷ് പോത്തനൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോരാതെ 1 മണിക്കൂർ 55 മിനിറ്റുള്ള എന്താണെങ്കിലും ഒരു പൊട്ടപ്പടാണെങ്കിലും വേഗം കഴിയുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ കയറി കണ്ട ഒരു സിനിമയാണ് ഈ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളാണ്. രചന സംഭാഷണമൊക്കെ ചെയ്തിട്ടുള്ളത് കവിപ്രസാദ് എന്ന് പറയുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. ഗോപി സുന്ദറിനെ സംബന്ധിച്ച് 2 കിണ്ണം പാട്ടുകളുണ്ട്. സൂപ്പറായിട്ട് ചെയ്തു വെച്ചുള്ള 2 കിണ്ണം പാട്ടുകൾ. അത് ടൈറ്റിൽ കാർഡിന്റെ ഒപ്പം ആ ഒരു ഗ്രാമത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു പാട്ടുണ്ട്. അതൊരു നല്ലൊരു നാടൻ പാട്ട് പോലെ ഒരു ഗംഭീര രസമായിട്ടുള്ള ഒരു സാധനം. നല്ല വൈബ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കുഞ്ഞിനോട് തോന്നുന്ന ഒരു സ്നേഹം, അത്തരത്തിൽ അത് പ്രകടിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്. അയ്യോ, അത് വല്ലാത്തൊരു ഫീലുള്ള ഒരു പാട്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു താരാട്ട് പാട്ടൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഉറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ഒരു സോങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പെർഫോമൻസ് ആണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയ്ക്കകത്ത് കുറച്ചെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് മീര വാസുദേവന്റെ തുടക്കത്തിലുള്ള ഒരു സീന്, അതുപോലെ തന്നെ ശ്രുതി ജയന്റെ ഒരു മിഡിലുള്ളൊരു സീനുണ്ട്. ദേവദർശിനിയാണ് ഈ ഒരു പടത്തിലെ 80% ഉള്ളത് ദിലീഷ് പോത്തന്റെ ഒപ്പം. ഇവർ 3 പേരുടെയും പെർഫോമൻസ് അടിപൊളിയായി. അതിൽ ശ്രുതി ജയന്റെ ഒരു സീനുണ്ട്. അതായത് ശ്രുതി ജയന്റെ മേ ബി ലാസ്റ്റ് സീനാണ് തോന്നുന്നു. ശ്രുതി ജയന്റെ ലാസ്റ്റ് സീനുണ്ടോ, ഒരു വീട്ടില് കൊച്ചിനെ വെക്കുന്ന ഒരു സംഭവം. ആ ഒരു സീൻ എനിക്ക് തോന്നുന്നു ഡയറക്ടറേക്കാൾ മുകളിൽ പെർഫോം ചെയ്തതുകൊണ്ടാണ് ആ സീന് കയ്യിൽ നിന്ന് പോവാതെ പിടിച്ചെന്ന് തോന്നി. എൻ്റെ അമ്മ എമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു എന്നറിയാം ആ ഒരു ലേഡി. ഒരു രക്ഷയില്ല. ശ്രുതി ജയൻ ഗംഭീരാക്കിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ സൂപ്പർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മീര വാസുദേവനും അതെ, അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥയൊക്കെ കാണിക്കുന്ന തുടക്കത്തിൽ ഒരു സീനുണ്ട്. അത് ഗംഭീര സാധനമായിരുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ദേവദർശിനിയുടെ പെർഫോമൻസും അത്യാവശ്യം തരക്കേടില്ലാതെ എന്നെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ടു. കൊടുത്ത സാധനം അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തനെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊക്കെ കേക്ക് വാക്കാണ്. പക്ഷെ ചില സമയത്തുണ്ടല്ലോ ഇങ്ങനെ എന്തോ ഒരു മുഖത്ത് മാനറിസങ്ങൾ ഇടുന്ന, എന്തോ ഒരു റിവഞ്ച് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു മാനറിസങ്ങളൊക്കെ ഇടുന്ന, ഒരുമാതിരി മിസ്ലീഡ് ചെയ്യാൻ വേണ്ടതുപോലുള്ള കുറേ സാധനങ്ങൾ, ഒരു ഹൊറർ ടച്ചൊക്കെ വരുന്നു ചില സമയത്ത്. അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതേപോലെയൊക്കെ കൊടുക്കുന്നു. ഞാൻ വിചാരിച്ചിനിപ്പോൾ ഞാൻ കാണാൻ തുടങ്ങിയ പടം ഇനി മാറിപ്പോയി വിചാരിച്ചു. ഒരു ഹൊറർ ഫീലിലേക്കൊക്കെ വരുന്ന കണ്ടപ്പോൾ അതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്തൊരു സാധനം. സിനിമോട്ടോഗ്രാഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫ്രെയിമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ട് വൈഡൊക്കെ നല്ല രസമായിട്ട്, ഡ്രോൺ ഷോട്ടുകളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പകുതിയൊക്കെ എത്താറാകുമ്പോഴത്തേക്കൊക്കെ ഒരു സീരിയൽ പോലത്തെ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഡയലോഗൊക്കെ ഒരു അവിയൽ പരുവായി. എന്താ പറയുക, അവിടെ ഇല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്ന കുറേ സീന്. ഇപ്പോൾ ഒരു കുട്ടീനെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ശ്രുതി ജയൻ്റെ ഒരു സീന്, കിടലൻ സീന് പറഞ്ഞു. ആ ഒരു സീനിനകത്തേക്ക് ആ ഒരു സീന് കഴിഞ്ഞതും ആ ഒരു സീനിലേക്ക് 2 പട്ടികൾ കയറി വരുന്നുണ്ട്. ആ ഒരു സംഭവത്തിൻ്റെയൊക്കെ ആവശ്യകത എന്തായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. ആ ഡോസ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ? സീരിയലുകളിലൊക്കെയാണ് ഇങ്ങനെ ഓവർ ഡോസ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ആൾക്കാരെ കരയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ ആ ശ്രുതിജയൻ്റെ പെർഫോമൻസോട് കൂടി തന്നെ ലോക്കായിട്ടുള്ളൊരു സീനായിരുന്നു ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അത്രയധികം ഗംഭീരമാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. പിന്നെയും അതിൻ്റെ മുകളിൽ കുറേ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയില്ല. ഡയറക്ഷൻ കുറേയൊക്കെ പാളിപ്പോയതായിട്ടാണ് എനിക്ക് അതിൽ തോന്നിയത്. കുറേയൊക്കെ സീരിയൽ കാണുന്ന പോലെയായിരുന്നു. 1 മണിക്കൂർ 55 മിനിറ്റാണ് പടം ആകെ ഉള്ളൂ. അതന്നെ എനിക്കൊരു 4 മണിക്കൂർ കാണുന്ന ഒരു ഫീല് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പാറ്റേൺ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയധികം എന്താ പറയുക, ഡള്ളായിട്ടുള്ളൊരു തിരക്കഥയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണാൻ പോകുന്നവരെന്തായാലും നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 നല്ല കിടിലം പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു പോരാം. അതല്ലാതെ പിന്നെ ഈ പറഞ്ഞ 3 ആൾക്കാരുടെ പെർഫോമൻസും കണ്ട് ആസ്വദിച്ച് വരാമെന്നതിനപ്പുറത്തേക്ക് ഈ ഒരു സിനിമ വർക്കാവും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനൊക്കെ ഒരു സത്യനന്ദിക്കാടിൻ്റെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യനന്ദിക്കാടൊക്കെ വരുമ്പോൾ വലിയ കാസ്റ്റൊക്കെ വേണ്ടി വരും. വലിയ കാസ്റ്റൊക്കെ വരുമോ എന്നുള്ള സംശയമാണ് ഇത്തരത്തിലുള്ളൊരു കഥയൊക്കെ ചെയ്യാനൊക്കെ. ഇപ്പോൾ ഗൗതം വാസുദേവൻ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്രയും ലൗഡ് അല്ലെങ്കിൽ അത്രയും നല്ല ഗംഭീര കോമഡിയൊക്കെ ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് പടങ്ങൾക്കൊക്കെയാണ് ഇന്ന് ആൾക്കാർ തിയേറ്ററിൽ പോയി കാണാൻ ചൂസ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ എത്രത്തോളം ഓടുന്നുള്ളതൊക്കെ കണ്ടറിയണം. എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ OTT ഇറക്കണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ഇറക്കിയതിന് ശേഷമാണ് OTT എടുക്കുക എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ തിയേറ്ററിൽ ഇറക്കിയിട്ടുണ്ടാവുക. സോ എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തരക്കേടില്ലാത്തൊരു തിയേറ്ററൊക്കെ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട നേരം ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.